ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 10ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 10ാം ക്ലാസ്സിലെ ഹിന്ദി പുതിയ പാഠപുസ്തകം 2025 ചേഞ്ച് ആയ പുതിയ പാഠപുസ്തകം തന്നെയാണ്. അതിലെ 4ാമത്തെ യൂണിറ്റ് ഇക്കായി ഫോർ ഗലീലിയോ എന്ന് പറഞ്ഞ ലേഖനമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്, അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം. ഗലീലിയോ ആദ്യം തന്നെ ഇക്കായി 4 ഉഡ്തി തർസനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഗലീലിയോൻ്റെ ഒരു കോട്ടിങ്സ് ഉണ്ട്, നമുക്കത് വായിക്കാം. മേനെ സിതാരോം സെ ഇത്തനാ പ്യാർ കിയാ ഹെ കി മേ രാത് സെ നഹി ഡർത്ത. അപ്പോൾ ഗലീലിയോ പറയുന്നതാണ്, ഞാൻ നക്ഷത്രങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ രാത്രിയെ ഭയക്കുന്നില്ല. ഓക്കെ, നോക്കാം. അപ്പോൾ ഗലീലിയോ എന്ന ലേഖനം ശുക്രാചാര്യയാണ് എഴുതിയിരിക്കുന്നത്. ലേഖനം നിങ്ങൾ വായിക്കുക. ലേഖനം ഞാൻ വായിക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസേഴ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. വ ബിനാ सबूत के कुछ नहीं स्वीकारता था, लड़के के इस मनोभाव पर अपनी राय प्रकट करे. അതായത് തെളിവുകളില്ലാതെ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല, ഒന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ആൺകുട്ടിയുടെ ഈ ഒരു മനോഭാവത്തോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ അഭിപ്രായം പറയാനാണ്. നോക്കാം ആൻസർ. कुछ लोग तो अनुमान के बल पर या दूसरों का कहने मानकर उस पर भरोसा करने का तैयार होते हैं, लेकिन कुछ सबूत के आधार पर ही उसे मानने को तैयार होते हैं. बिना सबूत के किसी तथ्य को समझना उचित नहीं है. അപ്പോൾ ചില ആളുകൾ ഒരു തെളിവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ആധാരവും ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും വിശ്വസിക്കുന്നു. പലരും അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിക്കും. പക്ഷെ ചില ആളുകൾ കറക്റ്റായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ടതിന് മാത്രം അത് വിശ്വസിക്കുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ട എന്താ, സബൂത്ത്, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരി. അടുത്ത क्वेश्चन, मुझे वैज्ञानिक बनने का मन है तो मैं विज्ञान क्यों न पढ़ूं? गलीलियो के स्वभाव की कौन सी विशेषता यहाँ प्रकट होती है? അപ്പോൾ ഗലീലിയോയ്ക്ക് ശാസ്ത്രജ്ഞനാവണമെന്നാണ്, സയൻറ്റിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് സയൻറ്റിസ്റ്റ് ആവാനാണ് എൻ്റെ മനസ്സ് പറയണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ സയൻസ് പഠിച്ചുകൂടാ, വിജ്ഞാൻ എന്തുകൊണ്ട് ഞാൻ അത് പഠിച്ചുകൂടാ എന്നാണ് ചോദ്യം. അപ്പോൾ ഗലീലിയോൻ്റെ ഏത് സ്വഭാവമാണ്, ഏത് വിശേഷതയാണ് ഇവിടെ കാണിക്കുന്നത് നോക്കാം. हमें अपनी रुचि के अनुसार पढ़ाई में विषय चुनना चाहिए, माता पिता की जबरदस्ती के कारण चुनना नहीं चाहिए. यहाँ गलीलियो की रुचि के अनुसार विषय चुनकर लक्ष्य तक पहुँचने का दृढ़ निश्चय का भाव प्रकट होता है. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം എടുത്ത് പഠിക്കുക. അച്ഛൻ അമ്മയും നിർബന്ധിച്ച് കമ്പൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു വിഷയം എടുത്ത് പഠിക്കരുത്. ഗലീലിയോ ഇവിടെ ചെയ്തത് എന്താ, ഗലീലിയോയ്ക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് വിജ്ഞാൻ അതെടുത്ത് പഠിച്ച് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഒരു ഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. അടുത്ത ചോദ്യം, വിജ്ഞാൻ കാ മത്ലബ് പ്രയോഗ് ഹൈ. വിജ്ഞാനത്തിൻ്റെ അർത്ഥം ഇവിടെ പ്രയോഗം എന്നാണ്. ഇസ്സെ ആപ് ക്യാ സമജ്തേ ഹൈ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആൻസർ, विज्ञान हकीकत होते हैं, यहाँ तक पहुँचने के लिए कई प्रयोगों से गुजरना पड़ता है. प्रयोग के द्वारा ही विज्ञान के नियम हम लागू कर सकते हैं. അപ്പോൾ നമ്മൾ എപ്പോഴും സയൻസ് എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട സത്യങ്ങളാണ് അല്ലേ, പ്രയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, എല്ലാം എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നതും. नेक्स्ट, पुराने ज़माने में समय जानने के लिए लोगों ने क्या क्या उपाय अपनाया होंगे? പഴയ കാലത്ത് സമയം അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്? ഉത്തരം, കുറേ മാർഗങ്ങളുണ്ട്. ഞാൻ ഇതിൽ വെറും 3 എണ്ണം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. आदित्य सूर्यघड़ियाण सनडायल सूर्यघड़िकारम एक ऐसा उपकरण था जिसमें एक छड़ी लगी होती थी और जैसे जैसे सूरज घूमता था छाया बदलती है. सूर्यन उदिक्कुन्नതിനനുസരിച്ച് ഷാഡോ മാറി മാറി വരും. ഓക്കെ. രണ്ടാമത് ചന്ദ്രമ और താരോം की സ്ഥിതി, ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം വെച്ച് നമ്മൾ സമയം പണ്ട് കാലത്ത് കണക്കാക്കിയിരുന്നു. മൂന്നാമത്തേത് വരുന്നത് ധൂപ് और ഛായ का सामान्य ज्ञान, വെയിലിന്റെയും ഷാഡോന്റെയും സ്ഥാനങ്ങൾ നോക്കിയിട്ട് ഓരോ സമയത്തും വെയിൽ വരുന്നതിനനുസരിച്ച് നിഴലുകൾ വ്യത്യാസപ്പെടും. നമ്മളുടെ നിഴലിനെ നമുക്ക് നോക്കിയാൽ ഓരോ സ്ഥലത്തായിരിക്കും കാണുക. അപ്പോൾ അതനുസരിച്ചിട്ടും പണ്ട് കാലത്ത് സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റീസ് ആണ്. ഗതിവിധിയം, അതിൽ ആദ്യം വരുന്നത് ലേഖകെ ആധാർ പർ ക്രമബന്ധ് കരയാണ്. നമുക്ക് 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇത് അറേഞ്ച് ചെയ്ത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓർഡർ ആക്കി എഴുതിയത് കാണിക്കാം.
ആദ്യത്തെ വരുന്നത് वह स्कूल में झूलने वाले फानूस का निरीक्षण करता है वह फैंस के झूलने की दूरी और समय के आपसी संबंध को लेकर अनुमान करता है वह अपनी नब्ज का इस्तेमाल घड़ी के रूप में करता है विभिन्न धातुओं के गोलों को लेकर प्रयोग करता है അടുത്തത് पोस्टर तैयार करें 15 फरवरी गलीलियो दिवस है मान ले इस अवसर पर आपके स्कूल में विज्ञान प्रदर्शनी होने वाली है इसके प्रचार के लिए पोस्टर तैयार करें 15 ഫെബ്രുവരി ഗലീലിയോ ദിവസമാണ്. അപ്പോൾ അന്നത്തേക്ക് നമ്മളൊരു അദ്ദേഹത്തിൻ്റെ വിജ്ഞാൻ പ്രദർശനി നടക്കുകയാണ് നമ്മുടെ സ്കൂളിൽ. അതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക, വിജ്ഞാൻ പ്രദർശനി ഗലീലിയോ ദിവസ്. സ്കൂൾ സഭാഗൃഹമേയും ഡേറ്റ് കൊടുക്കുക 15/2/2025 കൊടുത്തു. സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. സബേരെ 10 ആക്കാം. ഞാൻ സബേരെ 9 ആണ് കൊടുത്തിരിക്കുന്നത്. 9 ബജേ സെ ഹോക്കർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യണത് ആരാന്നൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇനോഗ്രേറ്റ് ചെയ്യണത് ആരാന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കുക. ഉദ്ഘാടനം എഴുതിയിട്ട് ആരാ, പഞ്ചായത്ത് പ്രസിഡന്റോ സ്കൂൾ പ്രിൻസിപ്പളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. സബ്കെ ലിയെ ഹാർദിക് സ്വാഗതം എന്ന് കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ പോസ്റ്റർ ആയതുകൊണ്ട്. नेक्स्ट रेखांकित शब्दों का अर्थ अलग अलग संदर्भों में समझे और नए वाक्य बनाए എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ലഗ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. വേറെ വേറെ സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ कुछ देर बाद चांद को देखते हुए वह उतरने लगा उसे ऐसा लगा कि चांद भी उसके साथ चढ़ रहा था. ഓക്കെ, ഇവിടെ ഉദർനെ ലഗ എന്ന് പറയുന്നതും അയസ ലഗ എന്ന് പറയുന്നത് രണ്ടും രണ്ടർത്ഥമാണ്. അപ്പം അതേപോലെയുള്ളത് നമുക്കിവിടെ നോക്കാം. ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം നോക്കാം. पहले वाक्य में लग का प्रयोग आरंभोदक सहायक क्रिया के रूप में हुआ है. इसमें एक क्रिया आरंभ होने की सूचना मिलती है. ഉദർനെ ലഗ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം അവിടെ തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഒരു ക്രിയ, ഒരു സഹായക ക്രിയയായിട്ടാണ് നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വേർഡിൻ്റെ കൂടെ. നെക്സ്റ്റ് വരുന്നത് ദൂസരെ വാക്യമേ ലഗ് കാ പ്രയോഗ്. രണ്ടാമത്തേൽ ലഗിൻ്റെ പ്രയോഗം എങ്ങനെയാണ് വരുന്നത്? एक साधारण क्रिया के रूप में हुआ है. ഒരു സാധാരണ ക്രിയയുടെ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. जिसका अर्थ है टू फील. നമുക്ക് അങ്ങനെ തോന്നുക, ടു ഫീൽ ആണ് വരുന്നത് കേട്ടോ. दोनों रूप में लग का प्रयोग अलग ढंग से किया है. രണ്ടിലും രണ്ടർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ് അപ്പോൾ ലഗിനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ടാക്കണം. ലഗ് ഫസ്റ്റ് നമുക്ക് ആരംഭോദക് സഹായക ക്രിയയായിട്ട് വരുന്നത് കേട്ടോ, എൻഡിൽ വരുന്നത്. വ കർനെ ലഗ, ലഡ്കി ഗാനെ ലഗി, പിതാജി गाना गाने लगे, माताजी रसोई में काम करने लगी, स्त्रियां शोर मचाने लगी, लड़के मैदान में गेंद खेलने लगे. അപ്പോൾ ഈ ലഗേ ലഗിയൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്തത് ലഗാണ്, ലങ്കല്ല. ലഗ് ടു ഫീൽ, തോന്നുക എന്നുള്ള അർത്ഥത്തിൽ മുझे डंड लग रही है, उसे भूख लगा, मुझे अच्छा लग रहा है, क्या तुम्हें डर लग रहा है, उसे दुख लग रहा है. ओके, അടുത്തത് വരുന്നത് ചർച്ച കരേമാണ്. कुछ दिनों के बाद गलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया, मगर वह दो वैज्ञानिक बनना चाहता था. उसने अपने आप विषय बदल लिए. ഗലീലിയോ के निर्णय पर आपका विचार क्या है? അപ്പോൾ ഗലീലിയോൻ്റെ ഫാദർ ഇവനെ മെഡിസിൻ പഠിക്കാനാണ് വിടുന്നത് അല്ലേ. പക്ഷെ ഗലീലിയോയ്ക്ക് എന്താ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്? ശാസ്ത്രജ്ഞനാവണം എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഗലീലിയോൻ്റെ ഈ ഒരു നിർണയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്. നമുക്ക് നോക്കാം. गलीलियो के निर्णय पर मेरा विचार ये है कि एक साहसी और दूरदर्शी कदम था. उन्होंने अपने परिवार की अपेक्षाओं के बावजूद अपने मन की इच्छा या विज्ञान का पीछा किया. यह दिखाना है कि जब कोई व्यक्ति अपने सच्चे रुचि क्षेत्र को पहचान कर उस दिशा में मेहनत करता है तो वह न केवल अपने जीवन में संतोष पाता है बल्कि समाज के लिए भी महत्वपूर्ण योगदान दे सकता है. गलीलियो का यही निर्णय उन्हें इतिहास के महान वैज्ञानिकों में से एक बनाता है. अगर वे डॉक्टर बन जाते तो शायद विज्ञान को उनकी महान खोजें जैसे दूरबीन में सुधार, ज्योति विज्ञान में योगदान आदि.
नहीं मिल पानी, इसलिए अपने सपनों का अनुसरण करना और ആത്മവിശ്വാസ് से निर्णय लेना बहुत महत्वपूर्ण है. അപ്പോൾ ഗലീലിയോന്റെ നിർണയം എന്ന് പറയുന്നത് ഒരു സാഹസി നിർണയമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയണത്, നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അഭിരുചി പ്രകടിപ്പിക്കുക, അത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം മാത്രമല്ല കിട്ടുക, നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ സംഭാവന മഹത്വപൂർണ്ണമായിട്ടുള്ള യോഗദാനം ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ഗലീലിയോന്റെ ഈ തീരുമാനം എന്ന് പറയുന്നത് എന്താണ്, അതുകൊണ്ടല്ലേ നമുക്ക് ഇന്ന് അദ്ദേഹത്തെ പോലെ വലിയൊരു ശാസ്ത്രജ്ഞനെ നമുക്ക് ലഭിച്ചത് അല്ലേ. സാധാരണ ഒരു വ്യക്തിയല്ല അദ്ദേഹം അല്ലേ. അദ്ദേഹം ഒരു ഡോക്ടറൊക്കെ ആയതാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു മഹാനെ കിട്ടുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ഡ്രീംസിന്റെ പിന്നാലെ പോവുക, അതിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക, അത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യം, गलीलियो के जीवन एवं दृष्टिकोण के विशेषताएं क्या क्या है, संकेतों के आधार पर टिप्पणी लिखिएമാണ്. टिप्पणी നോക്കാം. ഗലീലിയോനെ കുറിച്ചാണ്. ഗലീലിയോ ഗലീലി 1564 to 1642, 1642 മരണം. एक महान इतालवी वैज्ञानिक, ഇറ്റലിയാണ് കേട്ടോ, ईसाई एന്നും പറയും, वैज्ञानिक, गणितज्ञ, खगोल शास्त्री और बौद्धिकविद थे. उन्हें आधुनिक विज्ञान के जनक के रूप में जाना जाता है. उनका जीवन वैज्ञानिक खोज, सत्य की खोज और परंपरागत मान्यताओं को चुनौती देने का प्रतीक है. गलीलियो ने बहुत कम उम्र से ही प्रकृति की घटनाओं में गहरी रुचि दिखानी शुरू कर दी थी. उन्होंने पेंडुलम की गति, वस्तुओं की गिरने की दर, दूराണ് കേട്ടോ, और खगोल शास्त्र में कई महत्वपूर्ण खोजें की. उन्होंने दूरबीन का प्रयोग कर बृहस्पति के चंद्रमा, शुक्र के चरण और सूर्य के धब्बों का अवलोकन किया. उन्होंने കോപ്പർനിക്കസ് के सूर्य केंद्रित सिद्धांत का समर्थन किया. അറിയാലോ, കോപ്പർനിക്കസ് സൺ സെൻട്രൽ തിയറി ആണ്, അതിനെ ഒന്നും കൂടി ഉറപ്പിച്ച ആള് ഗലീലിയോ ആണ്. गलीलियो ने तर्क के बजाय प्रयोग और अवलोकन को विज्ञान की आधारशिला बनाया. उन्होंने कहा कि कोई भी सिद्धांत स्वीकार्य है तभी स्वीकार्य है जब वह तर्कसंगत और प्रायोगिक रूप से सिद्ध हो. गलीलियो ने धर्म के नाम पर थोपे गए अंधविश्वासों का विरोध किया और सत्य का प्राथमिकता दी. गलीलियो का जीवन वैज्ञानिक सोच, स्वतंत्रता और सत्य की खोज का प्रतीक है. उनके दृष्टिकोण ने विज्ञान को अंधविश्वास से मुक्त कर एक नई दिशा दी. वे आज भी वैज्ञानिक दृष्टिकोण और स्वतंत्र चिंतन के प्रेरणा स्रोत है. അപ്പോൾ ഗലീലിയോനെ കുറിച്ചുള്ള പാരഗ്രാഫാണിത്. ഇത് നിങ്ങൾ ആ സെൻറ്റൻസുകൾ, അവർ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വെച്ചിട്ട് ഉണ്ടാക്കാനാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ, അത് വെച്ചിട്ട്. ഇത് തന്നെ എഴുതണമെന്നില്ല. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹമാണ് കേട്ടോ ഇത് എഴുതിയ ആള്, ഈ ശുക്രാചാര്യരാണ്. അത് വെറുതെ വായിക്കുക നിങ്ങൾ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഉണ്ട്. जीवन के कुछ खास अनुभवों पर विश्लेषणात्मक दृष्टि डालने से गलीलियो कई आविष्कार कर सके. अन्य किसी वैज्ञानिक के जीवन की ऐसे कोई घटना ढूंढ कर लिखे. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വൈജ്ഞാനിക സയന്റിസ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഞാനിവിടെ ഒരാളെ തരാം, കാര്യം വേണമെങ്കിൽ എഴുതാം. ഞാൻ ഐസക് ന്യൂട്ടനെ കുറിച്ച് അവിടെ എഴുതുന്നത്. सर आइजैक न्यूटन ने एक सेब को पेड़ से गिरते हुए देखकर गुरुत्वाकर्षण के नियम की खोज की. इस घटना ने उन्हें यह सोचने पर मजबूर किया कि पृथ्वी चीजों को अपनी और क्यों खींचती है. इस अवलोकन के आधार पर उन्होंने गुरुत्वाकर्षण के सार्वभौमिक नियम का प्रतिपादन किया. ഐസക് ന്യൂട്ടന്റെ എന്താണ് ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വലിയൊരു കണ്ടുപിടുത്തമാണ്, നമുക്കറിയാലോ ഗ്രാവിറ്റി അല്ലേ. അപ്പോൾ ഐസക് ന്യൂട്ടൺ അല്ലെങ്കിൽ എഡിസൺ ഉണ്ട്, തോമസ് ആൽവ എഡിസനെ കുറിച്ച് എഴുതാം, ആരെ കുറിച്ച് വേണമെങ്കിലും എഴുതാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എക്സാം റിലേറ്റഡ് ആയിട്ട് SSLC നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും തുടർന്നുള്ള ക്ലാസ്സുകളും നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.